ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമി. ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. വളരെ വലിയ ടോപ്പിക്കുമാണ്. എന്നാൽ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ ഈ ടോപ്പിക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാമെന്ന കാര്യമാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ക്ലാസ്സിലോട്ട് ഡയറക്റ്റ് പ്രവേശിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് SSC-GD ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 2500 ആണ് കോഴ്സ് ഫീസ്. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ 100+ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. മെഡിക്കൽ അവയർനെസ്, ഫിസിക്കൽ ട്രെയിനിങ്, ഡയറ്റ് പ്ലാൻ തുടങ്ങിയവയെല്ലാം ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിക്ക് 2 യൂട്യൂബ് ചാനലുകളുണ്ട്. ഒന്ന് info@andren എന്നുള്ളതാണ്. ഇതിനകത്ത് നിങ്ങളുടെ അക്കാഡമിക് സംബന്ധമായ ഇൻഫർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ യൂട്യൂബ് ചാനൽ ആൻഡ്രൻ ഫിറ്റ്നസ് 2020 എന്നുള്ളതാണ്. നിങ്ങളുടെ ഫിസിക്കലുമായി ബന്ധപ്പെട്ട ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഇൻഫർമേഷനുകളൊക്കെയാണ് ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. എന്തോ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്, എന്താണ് മൗലിക അവകാശം എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇതാണ്: ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങളെ മൗലിക അവകാശങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ലളിതമായ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. Fundamental rights refers to a set of essential liberties and entitlements guaranteed to every citizen by the constitution of the country. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. These rights serves as the bedrock of individual freedom, protecting citizens from arbitrary state actions and ensuring basic human rights and freedom. അതായത് രാഷ്ട്രത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുടെയൊക്കെയോ തെറ്റായ നമ്മളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി ഭരണഘടന പൗരന് ഉറപ്പു നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങളാണ് എന്തെന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നെയിംഡ് സോ ബിക്കോസ് ദേ ആർ ഗ്യാരണ്ടീഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ട് ഇവയെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭരണഘടന ഇത് പൗരന് ഉറപ്പ് നൽകുന്നുണ്ട്. അതായത് ഇതിന്റെ ലംഘനം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഭരണഘടന തന്നെ ഇടപെട്ട് നമുക്കത് പുനഃസ്ഥാപിച്ചു തരും എന്നുള്ളത് കൊണ്ടാണ് ഇവയെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി 6 മൗലിക അവകാശങ്ങളാണുള്ള 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ സ്കൂൾ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ് 6 മൗലിക അവകാശങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. ഒന്നാമത്തെ മൗലികാവകാശം ഏതാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി. അതിങ്ങനെ ആർട്ടിക്കിളിനെ അടിസ്ഥാനമാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായിട്ടും അത് അങ്ങനെ തന്നെ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. ഈ റൈറ്റ് ടു ഇക്വാലിറ്റി മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. അതിനു മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ, പാർട്ട് 3-നകത്താണ്, പാർട്ട് 3-ലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 25 പാർട്ടുകളുണ്ട്. ഇതിൽ പാർട്ട് 3-ന്റെ ടൈറ്റിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ്. ഈ പാർട്ട് 3-നകത്ത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ 6 റൈറ്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾ പാർട്ട് 3-നകത്തുണ്ടെങ്കിലും കൃത്യമായും മൗലിക അവകാശങ്ങളെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. 14 മുതൽ
32 വരെയാണ്. എത്ര മുതൽ എത്ര വരെയാണ്? 14 മുതൽ 32 വരെ മാത്രമേ കൃത്യമായും ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നുള്ളൂ. അപ്പൊ അതിന് മുമ്പുള്ള 12, 13, 33, 34, 35 ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നതാണ് 12, 13. അതുപോലെ 32ന് ശേഷം പറയുന്നത് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് നടപ്പാക്കുന്നതിലുള്ള ചില ഇഷ്യൂസ് ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഈ 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് ഇക്വാലിറ്റിയെ പറ്റി അല്ലെങ്കിൽ സമത്വത്തെ പറ്റി പരാമർശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ചോദ്യം ചിലപ്പോൾ അവിടെ നിന്ന് വരാം, താഴെ പറയുന്നവയിലും റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇക്വാലിറ്റിയെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏത്? അപ്പോൾ നോക്കിക്കോണം, ഓപ്ഷൻ അത് 14നും 18 ഇടയ്ക്കുള്ള ഏതെങ്കിലുമൊക്കെ ആർട്ടിക്കിൾ ഉണ്ടാകാം. അപ്പൊ 14, 15, 16, 17, 18 ജനറലി എന്താണ്? സമത്വത്തെ പറ്റി പറയുന്നുണ്ട്. ഇനി ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകുമ്പോഴേ ഇത് ഈ പറയുന്ന ആർട്ടിക്കിൾ എല്ലാം വെവ്വേറെ രീതിയിലുള്ള സമത്വത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ആദ്യം മനസ്സിലാക്കി വെച്ചുള്ള റൈറ്റ് ടു ഇക്വാലിറ്റി 14 മുതൽ 18 വരെ. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തത് റൈറ്റ് ടു ഫ്രീഡം ആണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഒന്നാമത്തെ എന്താണ്? റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. രണ്ടെന്താണ്? റൈറ്റ് ടു ഫ്രീഡം ആണ്, സ്വാതന്ത്ര്യമാണ്. അത് 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിൾ ആണ്. എത്ര മുതൽ എത്ര വരെയാണ്? 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിൾ എന്തിനെ പറ്റി പറയുന്നു? ഫ്രീഡത്തെ പറ്റി പറയുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇക്വാലിറ്റി ആയി, ദെൻ ഫ്രീഡമായി, സമത്വമായി, സ്വാതന്ത്ര്യമായി. മൂന്നാമത്തെ മൗലിക അവകാശം റൈറ്റ്സ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ളതാണ്. അതായത് ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. ക്ലിയർ ആണല്ലോ? എന്തിനെതിരെയുള്ളതാണ്? എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ വരുന്നത് 23 മുതൽ 24 വരെയാണ്. നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചു തുടങ്ങേണ്ടത് ഇങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പൊ കുറെ ആർട്ടിക്കിൾ സിമ്പിളി നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ 14 മുതൽ 18 വരെ ഇക്വാലിറ്റി, 19 മുതൽ 22 വരെ ഫ്രീഡം, 23, 24 എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. ക്ലിയർ ആണല്ലോ? നാലാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലെങ്കിൽ മതപരമായ സ്വാതന്ത്ര്യം. ക്ലിയർ ആണല്ലോ? അപ്പൊ അവിടെ വരുന്ന ആർട്ടിക്കിൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. 25 മുതൽ 28 വരെയാണ്. ക്ലിയർ ആണല്ലോ? അപ്പം സമത്വമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ചൂഷണത്തിനെതിരെയുണ്ട്, അതുപോലെ മതസ്വാതന്ത്ര്യമുണ്ട്. 14 മുതൽ 18 വരെ എന്താണ്? സമത്വം. 19 മുതൽ 22 വരെ ഫ്രീഡം. 23, 24 എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. 25 മുതൽ 28 വരെ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ക്ലിയർ ആണല്ലോ? ഇനി അഞ്ചാമത്തത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. എന്താണ്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ക്ലിയർ ആണല്ലോ? എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. എത്ര മുതൽ എത്ര വരെയാണ്? 29 മുതൽ 30 വരെ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് കൃത്യമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. ഇക്വാലിറ്റി 14 മുതൽ 18 വരെ, ഫ്രീഡം 19 മുതൽ 22 വരെ, എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23, 24, റിലീജിയസ് ഫ്രീഡം ആണെങ്കിൽ 25, 28, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണെങ്കിൽ 29, 30. നെക്സ്റ്റ് ആറാമത്തെ മൗലിക അവകാശം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. എന്താണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32. ക്ലിയർ ആണ്? അപ്പൊ 14 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിളിലാണ് എന്ത് കൃത്യമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്? ഈ 6 മൗലിക അവകാശങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ മൗലിക അവകാശങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചുള്ള ഒന്നാമത്തെ മൗലിക അവകാശം എന്താണ്? റൈറ്റ് ടു ഇക്വാലിറ്റി. രണ്ടെന്താണ്? റൈറ്റ് ടു ഫ്രീഡം. മൂന്നെന്താണ്? റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. നാലെന്താണ്? റിലീജിയസ് ഫ്രീഡം. അഞ്ചെന്താണ്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ആറെന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലെങ്കിൽ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞതിനകത്ത് നിങ്ങളൊരു എക്സാം ഓറിയന്റഡ് ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, മൗലിക അവകാശങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു. അത് എക്സാമിന് ചോദിക്കുക എന്നുള്ള ജനറൽ നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ബേസ് മനസ്സിലാക്കണം, എന്താണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പറഞ്ഞതാണ്. എക്സാമിനൊന്നും ചോദ്യമായിട്ട് വരില്ല. പക്ഷെ ചോദിക്കാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് പാർട്ടിലാണെന്ന് ചോദിക്കാം. ആൻസർ എന്താണ്? പാർട്ട് 3 ആണ്.
അല്ലെങ്കിൽ ചോദിക്കാം പാർട്ട് 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെ, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെയാണ്? 12 മുതൽ 35 വരെയാണ്. അല്ലെങ്കിൽ ചോദിക്കാം ഹൗ മെനി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, എത്രയാണ്? 6. ഇനി അത് ഏതൊക്കെയാണെന്ന് ഓർഡറിൽ തന്നെ മനസ്സിലാക്കി വെച്ചുള്ള ഇക്വാലിറ്റി ഉണ്ട്, ഫ്രീഡം ഉണ്ട്, എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, റിലീജിയസ് ഫ്രീഡം ഉണ്ട്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ഉണ്ട്, ലാസ്റ്റ് ആയിട്ട് എന്താണ്? റെമഡീസ്, കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് ഉണ്ട്. കൃത്യമായിട്ടും ആ ആർട്ടിക്കിൾ മനസ്സിലാക്കണം. 14 മുതൽ 18 വരെ ഇക്വാലിറ്റി, 19 to 22 ഫ്രീഡം, 23, 24 എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, 25, 28 റിലീജിയസ് ഫ്രീഡം, 29, 30 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, ദെൻ 32. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറിജിനലി ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഫോർ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ്. വെരി ഇമ്പോർട്ടന്റ് ആണത്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മൾ എന്താ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950 ജനുവരി 26 നിലവിൽ വന്ന ആ ഭരണഘടനയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ ആണല്ലോ. ഈ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിനകത്ത് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ. പക്ഷെ ഇപ്പൊ എത്രയേ ഉള്ളൂ? 6 ഉള്ളൂ. The 44th Amendment Act of 1978 removed the right to property from the list of fundamental rights. ക്ലിയർ ആണല്ലോ. സിമ്പിൾ ആണ് സംഭവം. 7 മൗലിക അവകാശം ഉണ്ടായിരുന്നു, ഇപ്പൊ 6 ഉള്ളൂ. അപ്പൊ ഒരെണ്ണോടെ പോയി. 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇതിനകത്ത് നിന്ന് ഒരു റൈറ്റ്സിനെ എടുത്തു മാറ്റി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭരണഘടന ഭേദഗതിക്ക് വിധേയമാണ്. ഭരണഘടന 50 ജനുവരി 26 വന്നു. അതിനകത്ത് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിന് വിധേയമാ? ഭേദഗതിക്ക് വിധേയമാണ്. ആർക്ക് ഭേദഗതി വരുത്താം? പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഭരണഘടനയിൽ ചേഞ്ചസ് വരുത്താം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇതിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല. ക്ലിയർ ആണല്ലോ. അങ്ങനെ 1978 മൊറാർജി ദേശായി സർക്കാർ 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ടിലൂടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെ അവിടെ നിന്ന് എടുത്തു മാറ്റി. ഏതായിരുന്നു ആ റൈറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്ത് സമ്പാദിക്കുക എന്നുള്ള അവകാശം എന്തായിരുന്നു? മൗലിക അവകാശം ആയിരുന്നു എന്ന് വരെ 1978 വരെ. ക്ലിയർ ആണല്ലോ. ബാക്കി വായിക്കാം. So at present there are only 6 fundamental rights. നിലവിൽ എത്രയേ ഉള്ളൂ? 6 ഫണ്ടമെന്റൽ റൈറ്റ്സേ ഉള്ളൂ. അപ്പൊ ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി ഭരണഘടനയിൽ നിന്ന് അങ്ങ് നീക്കം ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല. എവിടുന്ന് നീക്കം ചെയ്തോളൂ? മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ട് 3-ൽ നിന്ന് അതങ്ങ് വെട്ടി. ആർട്ടിക്കിൾ 31 ആയിരുന്നു. അതായത് നിങ്ങൾ മുമ്പേ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ എന്താണ് 29, 30. അതിനുശേഷം നമ്മൾ ഏത് ആർട്ടിക്കിളാണ് ഡിസ്കസ് ചെയ്യുന്നത്? 32 ആണ്. അപ്പൊ ആർട്ടിക്കിൾ 31-ലാണ് രേഖപ്പെടുത്തിയിരുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. അതെന്ത് ചെയ്തു? 44ാം ഭേദഗതിയിലൂടെ മാറ്റി, നീക്കം ചെയ്തു. ആർട്ടിക്കിൾ 31-നെ നീക്കം ചെയ്തു. എന്നിട്ട് ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന അവകാശം ഭരണഘടനയ്ക്കകത്ത് മറ്റൊരു പാർട്ടില് മറ്റൊരു ആർട്ടിക്കിളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പാർട്ട് 12 ആണ്. ആർട്ടിക്കിൾ 300A ആണ്. ക്ലിയർ ആണല്ലോ. റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോഴും ഭരണഘടനയ്ക്കകത്തുണ്ട്. എവിടെയാണെന്ന് മാത്രം? പാർട്ട് 12-ലുണ്ട്. ഏത് ആർട്ടിക്കിളാ? ആർട്ടിക്കിൾ 300A എന്ന് പറഞ്ഞത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഇനി അപ്പൊ എക്സാമിന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ ഒരു കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാകും റൈറ്റ് ടു പ്രോപ്പർട്ടി എന്തല്ല? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല. ഓക്കെ. അപ്പൊ ചോദിക്കുകയാണ്, സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ വരികയാണ്, റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആണോ? റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണോ? ഒരു ഭരണഘടനാപരമായ അവകാശമാണോ എന്നൊക്കെ ചോദ്യം വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചിലർ അല്ല എന്ന് ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇതെന്ത് തന്നെയാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് തന്നെയാണ്. എന്തല്ലെന്നേ പറഞ്ഞോളൂ.
ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, മൗലിക അവകാശമല്ല, പക്ഷെ എന്ത് റൈറ്റ് ആണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ഭരണഘടനയിൽ പറയുന്ന എല്ലാ അവകാശങ്ങളും എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ റൈറ്റ് ടു പ്രോപ്പർട്ടി ലീഗൽ റൈറ്റ് ആണ്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റുമാണ്. എന്തല്ല? ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ഓക്കെ ആണല്ലോ? അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിക്ക് ഒരു ടെലിഗ്രാം ചാനലുണ്ട്. അപ്പോൾ ആ ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ മോക്ക് ടെസ്റ്റുകളൊക്കെ നൽകുന്നുണ്ട്. നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും ഈ ടെലിഗ്രാം ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ എന്താണ് മൗലികാവകാശം? ഏതൊക്കെയാണ് ആ മൗലികാവകാശങ്ങൾ? തുടക്കത്തിൽ 7 റൈറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെത്രയാണ്? 6 ഉള്ളൂ. അത് ഏത് അമെൻമെൻറ്റിലൂടെ നീക്കം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ, അതായത് മൗലിക അവകാശത്തിന് ചില സവിശേഷതകളുണ്ട്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അത് എക്സാം അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കാം. ചെറുതായിട്ട് നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ഒന്നാമത്തെ സവിശേഷതയായിട്ട് പറയുന്നത് സം ഓഫ് ദീസ് റൈറ്റ്സ് ആർ അവൈലബിൾ ഓൺലി ടു സിറ്റിസൺ. മൗലിക അവകാശങ്ങളുടെ ഒന്നാമത്തെ പ്രത്യേകത, ഈ മൗലിക അവകാശങ്ങൾ പൗരന്മാർക്ക് മാത്രമുള്ളതല്ല, വിദേശികൾക്ക് ലഭ്യമാണ്. ഇന്ത്യയിലുള്ള വിദേശികൾക്കും പൗരന്മാർക്കും എന്ത് ലഭ്യമാണ്? മൗലിക അവകാശങ്ങൾ ലഭ്യമാണ്. പക്ഷേ എല്ലാ മൗലിക അവകാശങ്ങളും നമ്മൾ വിദേശികൾക്ക് നൽകാറില്ല. ചില മൗലിക അവകാശങ്ങൾ ആർക്ക് മാത്രമേ ഉള്ളൂ? പൗരന്മാർക്ക് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതവിടുന്ന് ചോദ്യമായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. താഴെ പറയുന്നവയിൽ പൗരന്മാർക്ക് മാത്രം ലഭ്യമായ മൗലികാവകാശം ഏത്? അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ വിദേശികൾക്ക് ലഭ്യമല്ലാത്ത മൗലികാവകാശം ഏത്? അങ്ങനത്തെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൗലികാവകാശങ്ങളുടെ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്ന ഇതാണ്, ഇത് എല്ലാം ആർക്ക് അവൈലബിൾ അല്ല? ഫോറിനേഴ്സിന് അവൈലബിൾ അല്ല. ചില അവകാശങ്ങൾ ആർക്ക് മാത്രമുള്ളതാണ്? പൗരന്മാർക്ക് മാത്രം ഉള്ളതാണ്. ക്ലിയർ ആണല്ലോ? ദെൻ these rights are not absolute but qualified. രണ്ടാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അബ്സല്യൂട്ട് റൈറ്റുകളല്ല, ക്വാളിഫൈഡ് റൈറ്റ്സുകളാണ്. എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് അബ്സല്യൂട്ട് റൈറ്റുകളല്ല, ക്വാളിഫൈഡ് റൈറ്റ്സുകളാണ്. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗലിക അവകാശങ്ങൾ കൃത്യമായും ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നത് പോലെ നടപ്പിലാക്കപ്പെടേണ്ടതല്ല. അപ്പം നിങ്ങൾക്കതൊരു അത്ഭുതമായിരിക്കാം, അങ്ങനെയൊക്കെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. അതായത് ഇന്ത്യൻ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണോ എഴുതിയിരിക്കുന്നത്, ടൈറ്റിലിൽ എന്താണോ കൊടുത്തിരിക്കുന്നത്, അത് അതുപോലെ നടപ്പിലാക്കപ്പെടേണ്ടതല്ല. അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. വിച്ച് മീൻസ് ദ സ്റ്റേറ്റ് ക്യാൻ ഇമ്പോസ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഓൺ ദം. ഈ റൈറ്റ്സിനകത്ത് നിയന്ത്രണങ്ങൾ വരുത്താൻ ആർക്ക് അധികാരമുണ്ട്? ഗവൺമെന്റിന് അധികാരമുണ്ട്. ആർക്ക് അധികാരമുണ്ട്? ഗവൺമെന്റിന് അധികാരമുണ്ട്. ക്ലിയർ ആണല്ലോ? ഒരു ചെറിയൊരു ഉദാഹരണം പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ആർട്ടിക്കിൾ 14 പറയുന്നുണ്ട് റൈറ്റ് ടു ഇക്വാലിറ്റിയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 14 പറയുന്നുണ്ട് ഇക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിന് മുമ്പിൽ എല്ലാവരും എന്താണ്? സമന്മാരാണ്, തുല്യരാണ്. പക്ഷെ അതങ്ങനെയാണോ? ടൈറ്റിൽ ഇതാണ്, ഇക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിന് മുൻപിൽ എല്ലാ പൗരന്മാരും തുല്യരാണ്. അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് പ്രസിഡന്റ്, ഗവർണർ, അതുപോലെ ചില കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് വഹിക്കുന്ന വ്യക്തികൾ നിയമത്തിന് മുൻപിൽ മറ്റ് പൗരന്മാർക്കൊപ്പം തുല്യരല്ല, അവർക്ക് ചില ഇളവുകൾ നൽകുന്നുണ്ട്. ഇതുപോലെയാണ് എല്ലാ അവകാശങ്ങളും. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 16 പറയുന്നുണ്ട് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം നൽകണമെന്ന്. അത് പോസിബിൾ ആണോ? അല്ല. നമ്മൾ എന്ത് നൽകുന്നുണ്ട്? റിസർവേഷനുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മൗലിക അവകാശവും കൃത്യമായിട്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത് പോലെ നടപ്പിലാക്കപ്പെടുന്നില്ല. അതിനകത്ത് ചില റെസ്ട്രിക്ഷൻസ് ഗവൺമെന്റ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത് പറയുന്നത് ദീസ് റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട് ബട്ട് എന്താണ്? ക്വാളിഫൈഡ്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് റൈറ്റ്സുകളാണ്? ക്വാളിഫൈഡ് റൈറ്റ്സുകളാണ്. എന്തല്ല? അബ്സല്യൂട്ട് റൈറ്റുകളല്ല. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ എൻ്റെ മീനിങ് എന്താണ്? ഇനി മൂന്നാമതായിട്ട് പറയാണ് ഓൾ ദീസ് റൈറ്റ്സ് ആർ അവൈലബിൾ അഗെയിൻസ്റ്റ് ദ ആർബിട്രറി ആക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്.
അതായത് ഭരണകൂടത്തിന്റെ ഗവൺമെന്റിന്റെ ഏകപക്ഷീയമായ ചില തീരുമാനങ്ങളിൽ നിന്ന് പൗരന്മാരെ ഈ മൗലികാവകാശം എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് നമുക്കെതിരെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾക്കെതിരെയോ ഭരണഘടനാ വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ഈ മൗലികാവകാശങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ നമുക്ക് കോടതിയെ സമീപിച്ചത് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, all these rights are available against the arbitrary action of the state. However, some of them are also available against the action of private individuals. വ്യക്തികളുടെയോ ഗവൺമെന്റിന്റെയോ ഭരണകൂടത്തിന്റെയോ ഒക്കെ നമ്മുടെ മൗലികാവകാശങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രവൃത്തികളിൽ നിന്ന് നമ്മളെ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ some of these rights are negative in character as they place limitations on authority of the state, while others are positive in nature as they confer certain privileges on individuals. അതായത് മൗലിക അവകാശങ്ങൾക്ക് പോസിറ്റീവ് നേച്ചറും ഉണ്ട്, നെഗറ്റീവ് നേച്ചറും ഉണ്ട്. എന്താണ്? മൗലിക അവകാശങ്ങൾക്ക് പോസിറ്റീവ് സ്വഭാവവും ഉണ്ട്, നെഗറ്റീവ് സ്വഭാവവും ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്റെ ചില അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റിനോട് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യരുത്. എന്താ കാര്യം? ഇത് പൗരന്റെ അവകാശത്തിന്റെ ലംഘനമാണ്. ഇനി ചില സ്ഥലങ്ങളിൽ പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് മൗലിക അവകാശങ്ങൾക്ക് പോസിറ്റീവ് സ്വഭാവമുണ്ട്, നെഗറ്റീവ് സ്വഭാവമുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം മൗലിക അവകാശങ്ങളുടെ നേച്ചർ എന്താണ്? നെഗറ്റീവ് ക്യാരക്ടറും ഉണ്ട്, അതുപോലെ പോസിറ്റീവ് ക്യാരക്ടറും ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ദീസ് റൈറ്റ്സ് ആർ എൻഫോഴ്സിബിൾ ബൈ ദ കോർട്ട്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ എൻഫോഴ്സിബിൾ ബൈ ദ കോർട്ട്. കോടതിയിലൂടെ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ കഴിയും. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റിസിബിൾ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ജസ്റ്റിസിബിൾ, നോൺ ജസ്റ്റിസിബിൾ. ന്യായവാദത്തിന് അർഹമായതും ന്യായവാദത്തിന് അർഹമല്ലാത്തതും. ഒരു മൗലിക അവകാശം ലംഘിക്കപ്പെട്ടാൽ വ്യക്തിക്ക് ആരെ സമീപിക്കാം? കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഒക്കെ സമീപിക്കാം. അങ്ങനെ സമീപിക്കുമ്പോൾ നമ്മുടെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടു എന്ന് കോർട്ടിന് ബോധ്യപ്പെട്ടാൽ ഇത് പുനഃസ്ഥാപിച്ച് തരും. ആരാണ്? സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ. അപ്പൊ ഇങ്ങനെയുള്ള അവകാശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ജസ്റ്റിസിബിൾ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്? ജസ്റ്റിസിബിൾ ആണ്, ജസ്റ്റിസിബിൾ റൈറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ദീസ് റൈറ്റ്സ് ആർ എൻഫോഴ്സിബിൾ ബൈ ദ കോർട്ട്. കോടതിയിലൂടെ ഇത് എന്ത് ചെയ്യാൻ കഴിയും? നടപ്പിലാക്കാൻ കഴിയും, അല്ലെങ്കിൽ നേടിയെടുക്കാൻ കഴിയും. അതും ഈ അവകാശത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ദേശീയ അടിയന്തരാവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നാഷണൽ എമർജൻസി എന്നുള്ളത്. അപ്പൊ ഈ നാഷണൽ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ, പ്രസിഡന്റ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്താൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യപ്പെടും? റദ്ദ് ചെയ്യപ്പെടും. എന്നാൽ രണ്ട് അവകാശങ്ങൾ അവിടെയും റദ്ദ് ചെയ്യപ്പെടുകയില്ല. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 20 21. അത് ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. അതും ഈ മൗലിക അവകാശങ്ങളുടെ ഒരു സവിശേഷതയായിട്ടാണ് പറയുന്നത്. ആർട്ടിക്കിൾ 20 21 എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വഴിയെ പഠിക്കും. അപ്പൊ ഈ ആർട്ടിക്കിൾ 20 21 എപ്പോൾ റദ്ദ് ചെയ്യപ്പെടില്ല? എമർജൻസി പീരീഡിലും അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിലും റദ്ദ് ചെയ്യപ്പെടില്ല. അപ്പൊ ഇത്രയാണ് മൗലിക അവകാശങ്ങളുടെ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ നിന്നൊക്കെ ചോദ്യം എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? മൗലിക അവകാശങ്ങൾ പൗരന്മാർക്ക് മാത്രം ലഭ്യമാണ്. പ്രസ്താവന എന്താണ്? തെറ്റാണ്. മൗലിക അവകാശങ്ങൾ പൗരന്മാർക്കും കിട്ടും, വിദേശികൾക്കും ലഭ്യമാണ്. ഇനി മൗലിക അവകാശങ്ങൾ എല്ലാം വിദേശികൾക്ക് ലഭ്യമാണ്. പ്രസ്താവന എന്താണ്? തെറ്റാണ്. എല്ലാം ലഭ്യമല്ല. ചില റൈറ്റ്സുകൾ റെസ്ട്രിക്റ്റഡ് ആണ്. ആർക്ക് മാത്രമേ ഉള്ളൂ? ഇന്ത്യൻസിന് അല്ലെങ്കിൽ സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ. സം ഓഫ് ദീസ് റൈറ്റ്സ് ആർ അവൈലബിൾ ഓൺലി ടു സിറ്റിസൺസ്. ക്ലിയർ ആണല്ലോ? രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചു അബ്സല്യൂട്ട് റൈറ്റ് ആണ്, ക്വാളിഫൈഡ് റൈറ്റ് ആണ്. അപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു ഇതെന്തല്ല,
അബ്സല്യൂട്ട് റൈറ്റ് അല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം എന്താണ്? ക്വാളിഫൈഡ് റൈറ്റ്സ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഗവൺമെന്റിന്റെ നമ്മുടെ പൗരന്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റങ്ങളെയൊക്കെ ഒരു പരിധി വരെ ഈ മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ നേച്ചർ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് നേച്ചറും ഉണ്ട്, പോസിറ്റീവ് നേച്ചറും ഉണ്ട്, രണ്ടും ഉണ്ട്. ഇനി എന്താണ്? കോടതിയിലൂടെ ഇത് എന്ത് ചെയ്യാൻ കഴിയും? എൻഫോഴ്സ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇത് എന്താണ്? ജസ്റ്റിസബിൾ റൈറ്റ്സ് ആണ്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഇനി അതുപോലെ ആർട്ടിക്കിൾ 20ഉം 21 എന്ത് ചെയ്യപ്പെടില്ല? എമർജൻസി പീരീഡിൽ റദ്ദ് ചെയ്യപ്പെടില്ല. ചിലപ്പോൾ ചോദ്യമായിട്ട് വരാം. അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിലും റദ്ദ് ചെയ്യപ്പെടാത്ത ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20ഉം 21ഉം ആണ്. ഇനി നമ്മൾ മൗലിക അവകാശങ്ങൾ ഓരോ ആർട്ടിക്കിൾ വൈസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ അതിനു മുമ്പേ ഒരു 3 കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ഒന്നാമത്തത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. എങ്ങനെ അറിയപ്പെടുന്നു? മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതുപോലെ കീസ്റ്റോൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അപ്പൊ 2 പോയിന്റുകൾ, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നുണ്ട്, അതുപോലെ കീസ്റ്റോൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കിടെക്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആരാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി? ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി. ഇനി എന്തുകൊണ്ട് പട്ടേലിനെ ഇങ്ങനെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്കകത്ത് 8 മേജർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഇതിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് രൂപീകരിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? സർദാർ പട്ടേലാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നു? ആർക്കിടെക്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇനി മൂന്നാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാരണം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ഭരണഘടനയാണ്. 90% നമ്മുടെ ഭരണഘടനയിലെ ഭാഗങ്ങളും മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് രൂപീകരിച്ചതാണ്. അപ്പൊ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൗലിക അവകാശം എന്ന ആശയം നമുക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ്. ആരുടെ ഭരണഘടനയാണ്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്നാണ് മൗലിക അവകാശം എന്ന ആശയം നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഒന്നും കൂടെ പഠിച്ചു വെച്ചോളാം. നമ്മൾ ഈ മൗലിക അവകാശങ്ങൾ എന്ന ടൈറ്റിൽ തപ്പി അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അതുണ്ടാകില്ല. അതായത് അമേരിക്കൻ ഭരണഘടനയിൽ മൗലികാവകാശമുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൽ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും ഭരണഘടനയിൽ മൗലികാവകാശം ഉൾപ്പെടുത്തി. ഓക്കെ, പക്ഷേ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഏത് ടൈറ്റിൽ ഇല്ല? ഫണ്ടമെന്റൽ റൈറ്റ് എന്ന ടൈറ്റിൽ ഇല്ല. പകരം അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എഴുതിയിരിക്കുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ്. എങ്ങനെയാണ്? ബിൽ ഓഫ് റൈറ്റ്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സ് ആണ് നമ്മൾ എന്താക്കി മാറ്റിയത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആക്കി മാറ്റിയത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ആർട്ടിക്കിൾ എടുത്ത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. The provisions related to the fundamental rights are mentioned in the article 12 to 35 നമ്മൾ പഠിച്ചതാണ്. ഇൻ പാർട്ട് 3 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. 12 നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 14 നിന്നാണ് കൃത്യമായിട്ട് മൗലികാവകാശങ്ങൾ ആരംഭിക്കുന്നത് എന്നെങ്കിലും ഈ 12ഉം 13ഉം എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യം വരുന്നൊരു ഭാഗമാണ്. അപ്പം നമ്മൾ ഈ ആർട്ടിക്കിൾ 12 എന്താണെന്നും 13 എന്താണെന്നും പഠിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആർട്ടിക്കിളായ 12ന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ഡെഫനിഷൻ ഓഫ് സ്റ്റേറ്റ്. എന്താണ്? ഡെഫനിഷൻ ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന വാക്കിന്റെ നിർവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 12. ഇനി എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി നമുക്കറിയാം സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനം എന്നാണ്. നമ്മൾ സംസ്ഥാനം ഉദ്ദേശിക്കുന്നത് ഇന്ത്യയെ വിവിധ സംസ്ഥാനങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. കേരളം നമ്മുടെ ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ സ്റ്റേറ്റിനെ ഇവിടെ കാണരുത്. പകരം
പാർട്ട് 3 മിക്കവാറും എല്ലാ മൗലിക അവകാശങ്ങൾ പറയുമ്പോഴും സ്റ്റേറ്റ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. പൗരന്റെ ഈ അവകാശം സംരക്ഷിക്കാനുള്ള ബാധ്യത സ്റ്റേറ്റിനുണ്ട്. അപ്പൊ അതിൻ്റെ ഒന്നും മീനിങ് ഒരു സംസ്ഥാനം, ഒരു ജോഗ്രഫിക്കലി ഒരു സംസ്ഥാനം അല്ല, പിന്നെ വേറെ എന്തൊക്കെയാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ ആർട്ടിക്കിളിൽ തന്നെ, ഇനി പറയാൻ പോകുന്ന ആർട്ടിക്കിളിൽ സ്റ്റേറ്റ് എന്ന വാക്ക് എഴുതിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ് എന്ന വാക്കിന്റെ മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്താണെന്ന് രേഖപ്പെടുത്തുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ആർട്ടിക്കിൾ 12 ഡിഫൈൻസ് ദ ടേം ഓഫ് സ്റ്റേറ്റ്. പാർട്ട് 3 അക്കോർഡിംഗ്ലി ദ സ്റ്റേറ്റ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ താഴെ പറയുന്നവയാണ്. 1, ദ ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ. എന്താണ്? ദ ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് വിത്ത് പാർലമെന്ററി സിസ്റ്റം, ആ ഒരു ഭരണ സംവിധാനത്തെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റേറ്റ്? യൂണിയൻ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ എന്തുൾപ്പെടെ പാർലമെന്ററി സിസ്റ്റം ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കാര്യം ചെയ്യാൻ സ്റ്റേറ്റിനാണ് ചുമതല എന്ന് പറഞ്ഞാൽ ആർക്കാ ചുമതല? യൂണിയൻ ഗവൺമെന്റിന്. കഴിഞ്ഞില്ല. The government and legislature of state. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് വിത്ത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സംസ്ഥാന നിയമനിർമ്മാണ സംവിധാനത്തോടു കൂടിയ സംസ്ഥാന സർക്കാർ. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെ മാത്രമല്ല, പിന്നെ എന്തിനേയും കൂടെ? സംസ്ഥാന സർക്കാരിനെയും കൂടെയാണ്. കഴിഞ്ഞില്ല. ഓൾ ലോക്കൽ അതോറിറ്റീസ്. ഓൾ ലോക്കൽ അതോറിറ്റീസ്. എന്ത് സാധനം ലോക്കൽ അതോറിറ്റീസ്? അതായത് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ലോക്കൽ സെൽഫ് ബോഡീസ്, അതും എന്തിന്റെ ഭാഗമാണ്? ഈ സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പം യൂണിയൻ ഗവൺമെന്റ് ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആകാം, അല്ലെങ്കിൽ എന്താണ് ലോക്കൽ അതോറിറ്റീസ്, അല്ലെങ്കിൽ എന്താണ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇതുമൊക്കെ ആകാം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞില്ല. ആൾ അതർ അതോറിറ്റീസ്, ദാറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. അപ്പോൾ യൂണിയൻ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു, സ്റ്റേറ്റ് ഗവൺമെന്റ് ആകാം, അല്ലെങ്കിൽ എന്താണ് ലോക്കൽ അതോറിറ്റികളാകാം, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ എന്തും കൂടെ ആകാം, സ്റ്റാറ്റ്യൂട്ടറി ഓർ നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ്. എന്താ സാധനം സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ്? സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ പാർലമെന്റോ ഒരു സംസ്ഥാനമോ നിയമനിർമ്മാണത്തിലൂടെ രൂപീകരിക്കുന്ന ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. ഉദാഹരണം പറയുകയാണെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ഇതൊക്കെ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ്. ഇനി എന്താണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിന്റെ പിൻബലമൊന്നും ഇല്ലാതെ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്ന നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ. ഉദാഹരണം CBI എന്താണ്? ഗവൺമെന്റ് സ്ഥാപനമാണ്, ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്, പക്ഷെ നിയമമൊന്നും നിർമ്മിച്ചിട്ടില്ല, അതുകൊണ്ട് എന്താണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളും ഏത് ഹെഡിനകത്ത് വരും? സ്റ്റേറ്റ് എന്ന ടൈറ്റിലിനകത്ത് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 14 പറയാണ്, ഒരു ഉദാഹരണം പറയണം. ആർട്ടിക്കിൾ 14 പറയാണ് നിയമത്തിന് മുമ്പിൽ എല്ലാ പൗരന്മാരും തുല്യരാണ്. സ്റ്റേറ്റ് ഒരിക്കലും ഒരു പൗരനോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾക്കോ അതിന് മുകളിൽ പ്രാധാന്യം നൽകരുത്, സ്റ്റേറ്റ് നൽകരുത്. അവിടെ ആരെ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ് എന്ന്? ഒരു ചെറിയ സംസ്ഥാനത്തെയാണോ? അല്ല. യൂണിയൻ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് ലോക്കൽ അതോറിറ്റീസ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. അപ്പോൾ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നവയൊക്കെയാണ് എന്നാണ് ആർട്ടിക്കിൾ 12 പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് ചോദ്യം വരുന്നത് എങ്ങനെ ആയിരിക്കാം? ഒന്നെങ്കിൽ ചോദിക്കാം വിച്ച് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് ദ ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ നിർവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആൻസർ എന്താണ്? സിമ്പിൾ 12. അല്ലെങ്കിൽ ചോദിക്കാം ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന് നൽകിയിരിക്കുന്ന നിർവചനം എന്നിട്ട് താഴെ ഇങ്ങനെ ABCD കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ ഈ 3-4 കാര്യങ്ങൾ ഓർത്ത് വെച്ചുള്ള യൂണിയൻ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, ലോക്കൽ ഗവൺമെന്റുകളുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഉണ്ട്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഉണ്ട്, കൂടാതെ പബ്ലിക് അതോറിറ്റികൾ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഇതെല്ലാം എന്താണ്? സ്റ്റേറ്റ് എന്ന ടൈറ്റിലിനകത്ത് വരും. ക്ലിയർ ആണല്ലോ?
ഇനി ആർട്ടിക്കിൾ 13. ഇത് 12ന്റെ അത്രയും ബുദ്ധിമുട്ടില്ല. ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചെടുക്കാൻ കുറച്ച് കാര്യങ്ങളെ ആർട്ടിക്കിൾ 13-നകത്തുള്ളൂ. ജസ്റ്റ് ഞാൻ വായിക്കാം. ലോസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഓർ ഇൻ ഡെറിഗേഷൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലിക അവകാശങ്ങളുമായി പൊരുത്തമില്ലാത്ത, അവ ഇല്ലാതാക്കുന്നതോ ആയ നിയമങ്ങൾ. മൗലിക അവകാശങ്ങളുമായി പൊരുത്തമില്ലാത്തതോ അവ ഇല്ലാതാക്കുന്നതോ ആയ നിയമങ്ങൾ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ 6 മൗലിക അവകാശങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് പിന്നെയും കുറേ ആർട്ടിക്കിളിനകത്ത് സ്പെസിഫൈ ചെയ്തുകൊണ്ട് കുറേ അവകാശങ്ങൾ പറയുന്നുണ്ട്. 10, 35, 40ഓളം അവകാശങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറക്കി എടുക്കാൻ പറ്റും. ഈ പറയുന്ന അവകാശങ്ങൾക്ക് വിരുദ്ധമായിട്ട്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു നിയമം നിർമ്മിക്കപ്പെട്ടാൽ ആ നിയമത്തെ എന്ത് ചെയ്യണം? റദ്ദ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? എന്തിനെ പറ്റി ഇവിടെ പറയുന്നത്? മൗലിക അവകാശങ്ങളുമായി പൊരുത്തമില്ലാത്തതോ അവ ഇല്ലാതാക്കുന്നതോ ആയ നിയമങ്ങൾ എന്ന് ടൈറ്റിൽ കൊടുത്തിട്ട് എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിയമനിർമ്മാണം ഉണ്ടായാൽ ആ നിയമത്തെ ജുഡീഷ്യറി റദ്ദ് ചെയ്യണം. ആര് റദ്ദ് ചെയ്യണം? സുപ്രീം കോടതിയും ഹൈക്കോടതിയും ആ നിയമത്തെ എന്ത് ചെയ്യണം? റദ്ദ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ പാർലമെന്റിലും നമ്മുടെ നിയമസഭകളിലൊക്കെ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ ഈ ജുഡീഷ്യറി എന്ത് ചെയ്യുന്നുണ്ട്? റിവ്യൂ ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. എന്ത് പരിശോധിക്കുന്ന? മൗലിക അവകാശത്തിന് എങ്ങാനും എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും നിയമനിർമ്മാണം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനെ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ നിയമത്തെ എന്ത് ചെയ്യാന്നാ പറയുന്നത്? റദ്ദ് ചെയ്യാം. ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 13. അപ്പൊ ഈ അധികാരത്തെ വിളിക്കുന്ന പേര് ജുഡീഷ്യൽ റിവ്യൂ എന്നാണ് കേട്ടോ. ഇതാണ് ജുഡീഷ്യൽ റിവ്യൂ. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? മലയാളം എങ്ങനെയാണ്? നീതി ന്യായ പുനഃപരിശോധന. ക്ലിയർ ആണല്ലോ? അപ്പൊ അവിടുന്ന് ചോദ്യം വരുന്നത് എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ ആർട്ടിക്കിൾ 13 എന്താന്ന് ചോദിക്കാം. ഓപ്ഷൻ അത് എന്തുണ്ടാകും? ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടെ കടന്നിട്ടൊക്കെ ചോദിക്കുകയാണ്, മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിയമം നിർമ്മിച്ചാൽ ആ നിയമത്തെ റദ്ദ് ചെയ്യാൻ കോടതിക്ക് അധികാരമുണ്ടോ? ആൻസർ എന്താണ്? അധികാരമുണ്ട്. ഈ അധികാരത്തെ എന്തെന്ന് വിളിക്കുന്നു? ജുഡീഷ്യൽ റിവ്യൂ എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ മൂന്നാമതായിട്ട് ഇങ്ങനൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ദ ഐഡിയ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ വാസ് ബോറോഡ് ഫ്രം. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? ആൻസർ എന്താണ്? അമേരിക്കയാണ്. എവിടെ നിന്നാണ്? അമേരിക്ക. ഓക്കെ. അപ്പം ആർട്ടിക്കിൾ 12 മനസ്സിലായി. ആർട്ടിക്കിൾ 13 ക്ലിയർ ആയി. രണ്ടിടത്തു നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. 12 സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ ആണ്, 13 ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റിയാണ്. ഓക്കെ. ഇനി നമ്മൾ കൃത്യമായിട്ടും ആർട്ടിക്കിൾസിലോട്ട് 14 തുടങ്ങിയ ആർട്ടിക്കിൾസിലോട്ട് പോവുകയാണ്. എന്താണ് ആർട്ടിക്കിൾ 14ന്റെ ടൈറ്റിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ആർട്ടിക്കിൾ 14 എന്താണ്? ഇക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും എന്താണ്? തുല്യരാണ്. അതുപോലെ എന്താണ്? ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്. നിയമം എല്ലാവരെയും ഒരുപോലെ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. ക്ലിയർ ആണല്ലോ? ഇതിനെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, നിയമസമത്വം. എന്ത് സമത്വമാണ്? നിയമസമത്വം. ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? ആർട്ടിക്കിൾ 14 ഇതിനപ്പുറം വലിയ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ആർട്ടിക്കിൾ 14 എന്താണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഇക്വാലിറ്റി ബിഫോർ ലോ അല്ലെങ്കിൽ നിയമസമത്വത്തെ പറ്റി പറയുന്നു. വേറൊരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്, അതായത് റൂൾ ഓഫ് ലോ. എന്താണ്? റൂൾ ഓഫ് ലോ. അപ്പൊ അങ്ങനെ ചോദ്യം വരാം. അപ്പൊ ഇങ്ങനെ 2 വാക്കേ കണ്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. വിച്ച് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് ദ റൂൾ ഓഫ് ലോ? മലയാളം എങ്ങനെയാണ്? നിയമവാഴ്ച. റൂൾ ഓഫ് ലോ. ആർട്ടിക്കിൾ എത്ര തന്നെയാണ്? 14. അല്ലെങ്കിൽ ചോദിക്കാം, റൂൾ ഓഫ് ലോ എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണെന്ന്. എവിടെ നിന്നായിരിക്കും? ബ്രിട്ടൻ ആണ്. എവിടെ നിന്നാണ്? ബ്രിട്ടൻ. റൂൾ ഓഫ് ലോ എന്ന ആശയം എവിടെ നിന്നാണ്? ബ്രിട്ടൻ. നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. റൂൾ ഓഫ് ലോ എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടൻ ആണ്. ജുഡീഷ്യൽ റിവ്യൂ എവിടെ നിന്നാണെന്ന് ചോദിച്ചാലും അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ. അപ്പോൾ ആർട്ടിക്കിൾ 14 ഇത്രേ പഠിക്കാനുള്ളൂ. എക്സ്പ്ലനേഷനിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ട. അവിടെ ഇത്രയുള്ള പറയുന്നത് പ്രസിഡന്റ്, ഗവർണർ തുടങ്ങിയവർക്ക് എന്തുണ്ട്? എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ആർട്ടിക്കിൾ 15 ആണ്.
അതിന്റെ ടൈറ്റിൽ എങ്ങനെയാണ്? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ സർട്ടൻ ഗ്രൗണ്ട്സ്. അതായത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിന് എതിരെ അല്ലെങ്കിൽ വിവേചനത്തെ തടയുന്നു. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവേചനം? അത് കാസ്റ്റ് ആകാം, അല്ലെങ്കിൽ റിലീജിയൻ ആകാം, പ്ലേസ് ഓഫ് ബർത്ത് ആകാം, ജെൻഡർ ആകാം, തുടങ്ങിയവ ഒന്നിൻ്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പൗരന്മാർക്കിടയിൽ എന്ത് വേണ്ട? ഡിസ്ക്രിമിനേഷൻ വേണ്ട. എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ. ആർട്ടിക്കിൾ എത്രയാണ്? 15. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വ്യവസ്ഥ, മതം, ജാതി, ലിംഗം അല്ലെങ്കിൽ ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ എന്ത് നിരോധിച്ചിരിക്കുന്നു? എന്താണ്? വിവേചനം നിരോധിക്കുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 15. ഓക്കെ, അപ്പൊ 14 കഴിഞ്ഞു, 15 കഴിഞ്ഞു. നെക്സ്റ്റ് ആർട്ടിക്കിൾ 16 ആണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. അതായത് പബ്ലിക് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ പൊതു നിയമനങ്ങളിൽ എന്ത് വേണം? സമത്വം വേണം. എവിടെയാണ്? പൊതു നിയമനങ്ങളിൽ സമത്വം വേണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 16. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു 14 മുതൽ 18 വരെ എന്താണ്? സമത്വത്തെ പറ്റിയാണ്. പലതരത്തിലുള്ള സമത്വമാണ്. 14 പറയുകയാണ് നിയമസമത്വം, നിയമത്തിന് മുമ്പിൽ എല്ലാവരും എന്തായിരിക്കണം? തുല്യരായിരിക്കണം. 15 പറയുകയാണ് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ. എന്താണ്? വിവേചനം പാടില്ല. മതത്തിന്റെയോ ജെൻഡറിന്റെയോ പ്ലേസ് ഓഫ് ബർത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് വേണ്ട? ഡിസ്ക്രിമിനേഷൻ വേണ്ട. 16 പറയുകയാണ് പൊതു നിയമനങ്ങൾ, സർക്കാർ ഉദ്യോഗങ്ങളിൽ എന്ത് വേണം? സമത്വം ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ 14, 15, 16 മൂന്നും എന്താണ്? ഇക്വാലിറ്റി. ദെൻ 17 നോക്കുകയാണെങ്കിൽ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റീസ്. എന്താണ്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റീസ്. നമുക്കറിയാം സമത്വം എന്ന് പറയുമ്പോൾ അത് എന്തിനും കൂടെ ബാധിക്കും? ഈ അൺടച്ചബിലിറ്റി എന്ന കാര്യം എന്തിന് എഗെയിൻസ്റ്റ് ആണ്? സമത്വത്തിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 17 പറയുകയാണ് അൺടച്ചബിലിറ്റി എന്ത് ചെയ്തിരിക്കുന്നു? നിർമ്മാർജ്ജനം ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ നിർത്തലാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു ആർട്ടിക്കിൾ 17. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ മഹാത്മാഗാന്ധി കി ജയ്, എന്താണ്? മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ 14 നിയമസമത്വം, 15 വിവേചനത്തിനെതിരെ, 16 പൊതു നിയമനങ്ങളിൽ അവസര സമത്വം, 17 എഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി. ക്ലിയർ ആണല്ലോ? ഇനി ലാസ്റ്റ് ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ആർട്ടിക്കിൾ ആണ് ഇത്, 18. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. എന്താണ്? പദവികൾ നിർത്തലാക്കണം. എന്ത് നിർത്തലാക്കണം? പദവികൾ നിർത്തലാക്കണം. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യക്തികളുടെ പേരിന് മുമ്പിലുള്ള വിശേഷണങ്ങൾ അല്ലെങ്കിൽ പദവികൾ എന്ത് ചെയ്യണം? നീക്കം ചെയ്യണം. അതെന്തിന് വിരുദ്ധമാണ്? സമത്വം എന്ന ആശയത്തിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളത് ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നല്ല ചിന്തിക്കേണ്ടത്. അതായത് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ചില ഇന്ത്യൻ ഫാമിലികൾക്ക് ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ചില പദവികൾ നൽകിയിരുന്നു. അതുപോലെ ഇവിടെ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങളിലെ പിൻതലമുറക്കാർ അവരുടെ ആ ടൈറ്റിൽ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങൾ മൂലം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കാര്യമാണ് പദവികൾ വ്യക്തികൾ പേരിന് മുന്നിൽ നിന്ന് എന്ത് ചെയ്യണം? നീക്കം ചെയ്യണം. അപ്പോൾ ബ്രിട്ടീഷുകാർ കൊടുത്ത പദവികൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അവരെന്ത് ചെയ്യണ്ട? ഉപയോഗിക്കേണ്ട. അതുപോലെ നാട്ടുരാജ്യങ്ങളുടെ പിൻതലമുറക്കാർ ഉപയോഗിക്കുന്ന പദവികൾ എന്ത് ചെയ്യണ്ട? വീണ്ടും യൂസ് ചെയ്യണ്ട എന്ന രീതിയിലാണ് ഈ ഒരു കാര്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, എക്സെപ്റ്റ് മിലിറ്ററി ആൻഡ് അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻസ്. അപ്പോൾ പദവി നീക്കം ചെയ്യാൻ പറയുന്ന ഈ ആർട്ടിക്കിളിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് എന്തൊക്കെ നീക്കം ചെയ്യണ്ട. അക്കാഡമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈനികമായി ലഭിക്കുന്ന പദവികൾ എന്ത് ചെയ്യണ്ട? നീക്കം ചെയ്യണ്ട എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ 14 മുതൽ 18 വരെ എന്താണ്? സമത്വമാണ്. അതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും എന്താണ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ കുട്ടികളെ, അപ്പം നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്തുള്ള ബേസ് എല്ലാം പറഞ്ഞു, ഫീച്ചേഴ്സ് പറഞ്ഞു.
അതുപോലെ ആദ്യത്തെ അവകാശമായിട്ടുള്ള റൈറ്റ് ടു ഇക്വാലിറ്റി ഡീറ്റെയിൽ ആയിട്ട് 14 മുതൽ 18 വരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം ബാക്കി മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ബാക്കി ഡീറ്റെയിൽസ് ബാക്കി മൗലികാവകാശങ്ങളെല്ലാം നമ്മൾ പാർട്ട് 2-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.